ഹലോ എവരിവൺ. എങ്ങനെയാണ് നെറ്റ് അല്ലെങ്കിൽ PhD എൻട്രൻസ് എക്സാമുകൾക്ക് മാത്തമാറ്റിക്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള എക്സാമുകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സബ്ജക്റ്റിലുള്ള നോളജ് തന്നെയാണ്. ഏതൊരു സബ്ജക്റ്റിലും ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. രണ്ടാമത്തെ കാര്യം, സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, നെറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള എക്സാമുകൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. മാത്ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നെറ്റ് അല്ലെങ്കിൽ PhD എൻട്രൻസ് എക്സാമുകൾക്ക് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഓഫ്ലൈൻ കോഴ്സുകളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എല്ലാ സബ്ജക്റ്റുകൾക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇപ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് വൈസ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ്സിന് ശേഷം നമ്മൾ കുട്ടികളോട് പറയുന്നത്, നമുക്കിവിടെ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തിട്ട് ലൈബ്രറിയിൽ പോയിട്ട് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എക്സസൈസിലെ പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെവൽ 1 എന്ന് പറയുന്നതിൽ കുറേ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കും. ആ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. ആ മെൻറ്റർ നിങ്ങളെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്ത് തരുമൊന്നുമില്ല. കാരണം പ്രോബ്ലംസ് ആക്ച്വലി സോൾവ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇവിടുന്ന് എത്രയോ പ്രോബ്ലംസ് നിങ്ങൾക്ക് രസകരമായിട്ട് സോൾവ് ചെയ്ത് തരാൻ പറ്റിയേക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊരു മെച്ചം ഉണ്ടാവുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം, ഇപ്പം 100 പ്രോബ്ലം വേറെ ഒരാൾ സോൾവ് ചെയ്തു തന്ന് മനസ്സിലാക്കുന്നതിലും എഫക്റ്റീവ് ആയിരിക്കും ഒരാൾ 10 ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ലെവൽ 1ലുള്ള പ്രോബ്ലംസ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ അതും സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ചില നല്ല ഡിസ്കഷൻസ് ഇവിടെ നടക്കുന്നുണ്ടാവും. വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസും ഈ മെൻറ്ററിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ആ ടോപ്പിക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ. അത് ഒരു 2-3 സെക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ എക്സാമുകൾ അവൈലബിൾ ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റ് തീരുമ്പോൾ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 6 മാസം കൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട 6 സബ്ജക്റ്റുകൾ, ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ്, റിയൽ അനാലിസിസ്, അതുപോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, PDE, ഈ 6 ടോപ്പിക്കുകളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി ടോപ്പിക്കുകൾ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഓരോ ക്ലാസ്സുകളായിട്ട്, ദിവസങ്ങളിൽ ഓരോ ക്ലാസ്സുകളായിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ റെഗുലർ ബാച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഗുലർ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ ഈ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് തിയറി ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നെറ്റിൻ്റെ പ്രീവിയസ് ഓൾഡ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. കുറേ ടോപ്പിക്കുകൾ കഴിയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള എക്സാമുകൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഈ ഫുൾ കോഴ്സ് പാരലലി അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊരു സമയത്തും ഒരു റെഫറൻസിനായിട്ട് ഈ ഓൺലൈൻ കോഴ്സുകൾ എപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ, ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്ന ഒരു 1 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും ഒരു സബ്ജക്റ്റിൽ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തുടക്കം മുതൽ അവസാനം വരെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ തുടങ്ങി ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വരെയുള്ള ഒരു യാത്രയുണ്ട്. ഈ യാത്ര കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ, നമ്മൾ പറയുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ എന്തായാലും 1 മാസം എന്തായാലും എടുക്കും. അത് ഈവൻ ഓഫ്ലൈനിൽ പോലും നമ്മൾ 1 മാസം എടുക്കാം. അപ്പോൾ ഓൺലൈനിൽ അത്രയും ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമായിരിക്കാം, പക്ഷെ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഇതൊരു 1 ഇയർ പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ ഓൺലൈൻ സെഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് വരുന്നത് തീർച്ചയായിട്ടും ആഴ്ചയിൽ 3 ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ആ ലൈവ് സെഷനിൽ കോൺസെപ്റ്റ് വൈസ് ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും.
ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക്ഷീറ്റുകൾ അവൈലബിൾ ആയിരിക്കും. പാരലലി നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് റെക്കോർഡഡ് സെഷൻസ് ആയിട്ടുള്ള ഫുൾ കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് 2 സബ്ജക്റ്റ് പാരലി പഠിക്കണമെങ്കിൽ ഒന്ന് ഈ റെക്കോർഡഡ് സെഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതിൻ്റെ ഡിസ്കഷൻസും ഈ ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് നടത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു ജേണി, ഒരു യാത്രയാണ്. കണ്ടിന്യൂസ് ആയിട്ട് സബ്ജക്റ്റുകളെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ 5 AM to 6 AM ആണ്. അപ്പോൾ രാവിലെ 1 മണിക്കൂർ ഫ്രഷ് ആയിട്ട് മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ പ്രോബ്ലം ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു യാത്ര ആണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാത്ത് ലാബിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി മാത്ത് ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമ്മൾ തരുക ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതും അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതും സ്വന്തമായിട്ട്, വീണ്ടും പറയുന്നു, സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഈ തരുന്ന ഫെസിലിറ്റിയിൽ കൂടി അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കാലഘട്ടം കൊണ്ട്. അതിനുശേഷം എക്സാമിനേഷൻ, എങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം എക്സാമിനേഷൻ എഴുതേണ്ടത്, അതിന് വളരെ കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി അതാത് എക്സാമുകൾ നമ്മൾ 1 വർഷം ഈ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും എങ്ങനെയാണ് എക്സാമുകൾ എഴുതേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, ഏതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ, ആ സ്ട്രോങ് ഏരിയയിൽ നിന്ന് എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യണം, ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യണം, ബി പാർട്ടിൽ എത്ര ക്വസ്റ്റൻ ആൻസർ ചെയ്യണം, സി പാർട്ടിൽ എത്ര ക്വസ്റ്റൻ ആൻസർ ചെയ്യണം, അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് ഓരോ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത് 3 കൂടി ചേർന്നതാണ് മാത്ത് ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെറ്റ് അല്ലെങ്കിൽ PhD എൻട്രൻസ് എക്സാം. നമ്മളിവിടെ കൊടുക്കുന്ന ട്രെയിനിങ് നെറ്റിന് മാത്രമല്ല, ഇവിടെ റെഗുലർ ബാച്ചിൽ വരുന്ന മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ നെറ്റ് കൊണ്ട് മാത്രം നിൽക്കില്ല, അതുകൂടെ വേറെ കുറേ എക്സാമുകളുണ്ട്. ഗേറ്റിൻ്റെ എക്സാം ഉണ്ട്, CMI ഉണ്ട്, NBHM ഉണ്ട്, അതുപോലെ വേറെ കുറേ PhD എൻട്രൻസ് എക്സാമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ എക്സാമുകളെല്ലാം എഴുതിയിട്ട് ഈവൻ നെറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടുന്ന് ഒരു വിധപ്പെട്ട റെഗുലർ ബാച്ചിൽ വരുന്ന ഇത് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ കുട്ടികളും തന്നെ ബാക്കി പല സ്ഥലങ്ങളിലേക്കും ഇതുപോലുള്ള എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം PhDക്ക് റിസർച്ചിന് പോകാറാണ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ നെറ്റ് ട്രെയിനിങ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ്. Okay, so thank you.